കോട്ടയത്ത് നഴ്സിംഗ് കോളേജില് കുറച്ച് ഗുണ്ടന്മാര് ഒരു 5 പേരോളം ചേരുന്ന നായിന്റെ മക്കൾ ചെയ്തൊരു പ്രവൃത്തിയാണ് ഇന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ജൂനിയർ പിള്ളേരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ഗുണ്ടന്മാരായിട്ടുള്ള നായിന്റെ മക്കൾ ചെയ്തൊരു പ്രവൃത്തി. അവന്മാര് ചെയ്തത് എന്തെന്ന് വെച്ചാല് ഇവരുടെ പുറത്തെല്ലാം കോമ്പസ് കൊണ്ട് കുത്തി കീറിയതിന് ശേഷം ആ മുറിവുകളിലൊക്കെ ബോഡി ലോഷനും ബോഡി വാഷും അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിക്കുക, ബാത്റൂം ക്ലീനർ ഒഴിക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികൾ ചെയ്ത തന്തയില്ലാത്ത ചെറ്റ പയ്യന്മാരുടെ ഒരു പരിപാടിയാണ്. പയ്യന്മാരുടെ കൊടുത്ത് കൂട്ടാൻ പറ്റില്ല, തന്തയില്ലാത്തവന്മാരുടെ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് നമ്മുടെ വേറെങ്ങുമല്ല, കോട്ടയത്ത് തന്നെയാണ്. കോട്ടയത്ത് ഈ സംഭവം ഉണ്ടായിട്ട് ഇപ്പം ഏകദേശം കുറച്ചധികം നാളുകളായി. ആ ഒരു പീഡനത്തിനിരയായ ആളുകൾ, കുട്ടികൾ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ആക്രമിക്കുമെന്നുള്ള പേടി കൊണ്ടും പോലീസിൽ പറഞ്ഞാൽ വീണ്ടും ഈ ക്രൂരത ഏക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു പീഡനം ഏക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടും അവർ പുറത്ത് പറഞ്ഞില്ല. അത് അവർക്ക് സഹിക്ക വയ്യാതെ വന്ന സമയത്ത് അവർ പ്രിൻസിപ്പലിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ദൃശ്യങ്ങളടക്കം അവരെടുത്തിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് പ്രിൻസിപ്പൽ തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമ നടപടികൾ സ്വീകരിച്ചു. അപ്പൊ ഇതില് ഇവരുടെ എന്താ പറയാ സ്വകാര്യ ഭാഗങ്ങളിൽ അവരുടെ അവയവങ്ങളിലൊക്കെയും ഡമ്പലൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് ഈ തന്തയില്ലാത്തവന്മാർ ഈ പരിപാടി ചെയ്തു എന്നൊക്കെ അറിഞ്ഞത്. എടാ, നിനക്കൊക്കെ തന്തയുണ്ടോ? തന്തയില്ലാത്തത് കൊണ്ടായിരിക്കും ഇവന്മാർ അവിടെ പോയിട്ട് ഈ പരിപാടി കാണിക്കുന്നത്. തന്തയ്ക്ക് ഇവരെക്കാഴി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. ഈ പഠിക്കാൻ വന്നിരിക്കുന്ന പിള്ളേരുടെ മേളിൽ ഇവന്മാരെ ഒന്നും ജീവിതത്തിൽ ഇവനെ ഒന്നും പഠിക്കാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ ഇവനെ ഒന്നും ജീവിതത്തിൽ ഇനി മര്യാദയ്ക്ക് നടക്കാൻ അനുവദിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പോലീസുകാരോട് തന്നെയാണ് പറയാനുള്ളത്. നല്ല തല്ലുകൊടുത്ത് മുട്ടിന് താഴെ തളർത്തിയിട്ടേക്കണം ഈ നായിന്റെ മക്കളെയൊക്കെ. തന്തയില്ലാത്തവന്മാർ എന്തിനാണ് ഈ ഭൂമിക്ക് നാശമായിട്ട്, അല്ലെങ്കിൽ ഒരു മറ്റുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഒരു നാശമായിട്ട് ഇവന്മാർ ജീവിക്കുന്നത്? ഇവരാരെ ഗുണ്ടകളാണ്. ഒരു ഈ പറയുന്ന നിയമ സംവിധാന വ്യവസ്ഥയോട് ഒരുതന്നെ ഒരു പേടി ഇല്ലാത്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. 2025 തുടങ്ങിയത് മുതൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കതും കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഒക്കെയാണ്. ഇതിനൊന്നും തക്കതായ ശിക്ഷ കിട്ടത്തില്ല. ഇനി പോയി കഴിഞ്ഞാൽ ഒരു പേര് കിട്ടിയതിന് ശേഷം, ഒരു ഗുണ്ട എന്നുള്ള പേര് കിട്ടിയിട്ട് തിരിച്ചു വരാം, വന്നിട്ട് കുറച്ച് പേരെ കൂടെ അവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ, കുറച്ച് റീൽസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാന്നൊക്കെ ഉള്ളൊരു വിചാരമാണ് ഇവന്മാർക്ക്. സോഷ്യൽ മീഡിയ കുറച്ച് താരമായിട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വിമർശനങ്ങളൊക്കെ വേണം. അതിന് എന്ത് തന്തയില്ലായ്മ, തന്തയ്ക്ക് പിറക്കാഴുകയും ചെയ്യും, തന്തയ്ക്ക് മുമ്പുണ്ടായ പ്രവർത്തികൾ ഇവന്മാരൊക്കെ ചെയ്യും. ഫോട്ടോ ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിക്കാം. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇവന്മാര് ആ ഒരു ഏഷ്യാൻ ന്യൂസിൽ കണ്ടൊരു വീഡിയോ ആണ്, അത് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ഈ പരിപാടി കാണിച്ചവന്മാർക്ക് തക്കതായ ശിക്ഷ കേരള പോലീസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവന്മാരെ വെറും ക്രിമികളുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് അതിനെ ഡിറ്റർജന്റ് ഒഴിച്ചാൽ കളയുന്ന പോലെ അങ്ങ് തീർത്തേക്കണം. മുളയിലെ നുള്ളി കളയണം പോലീസുകാരെ, അല്ലെങ്കിൽ ഇവനൊക്കെ നാളെ ഈ ഒരു കേരളത്തിന് ശാപമായിട്ട് ജീവിക്കും. ഇവനെയൊക്കെ ജനിപ്പിച്ച് വളർത്തിയ തന്തയും തള്ളയും എന്തൊരു അവസ്ഥയെന്തോ നിങ്ങളുടെയൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെ ശാസിക്കാനായിട്ട് ആദ്യം പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിമിനലുകളെ വളർത്താനായിട്ട് വിടരുത്. തല്ലി കൊന്നു കളഞ്ഞേക്കണം ഈ നായിന്റെ മക്കളെയൊക്കെ. വായിൽ വേറെ പലതും വരുന്നുണ്ട്. എന്റെ ഒരു സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. തന്തയ്ക്ക് മുമ്പുണ്ടായവരെ പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ക്യാമ്പസിലെ ക്രിമിനലുകൾ എന്നാണ് അവരൊരു എന്റെ ക്യാപ്ഷൻ കൊടുത്തത്. സത്യം തന്നെയാണ്. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരാണ് പോലീസിന്റെ പിടിയിലായത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ പ്രതികൾ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. 3 മാസത്തിലധികം ഉപദ്രവം തുടർന്നതോടെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. സമാനതകളില്ലാത്ത ക്രൂരതയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 1ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളെ 3 മാസം ഈ തന്തയില്ലാത്തവന്മാരുടെ ഒരുപാട് ക്രൂര പ്രവർത്തികൾക്ക് ഇവർ ഇരയായി. ഇവർ തിരിച്ചത് മറുത്തൊന്നും പറയാഞ്ഞത് ഇവരെ അതിനുള്ളിലിട്ട് ഇവന്മാരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടും, ഇവന്മാര് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു പേടി കൊണ്ടും, ആ പോലീസിന് ഇവന്മാർക്ക് ചിലപ്പോൾ അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ഇവന്മാരത് പരാതി പറയാഞ്ഞത്. പക്ഷേ അവസാനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ പ്രിൻസിപ്പലിന്റെ അടുത്ത് അവർ കാര്യം പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പൽ ഇടപെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇങ്ങനെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി ഒന്ന് കേട്ടു നോക്കാം. മാസത്തിലധികമായി ഇങ്ങനെ തുടരുകയായിരുന്നു. 6 വിദ്യാർത്ഥികളാണ് അതിക്രമത്തിന് ഇരയായത്. അക്രമം സഹിക്കവയ്യാതെ വന്നതോടെയാണ് 3 വിദ്യാർത്ഥികൾ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പാളാണ് ഗാന്ധിനഗർ പോലീസിൽ പരാതി കൈമാറിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോളേജിൽ വരികയും വിക്ടിംസ് ആയ കുട്ടികളെ കാണുകയും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട കുട്ടികളെയും ഗാന്ധിനഗറിൽ നിന്ന് വന്ന പോലീസ് സ്റ്റേഷനിൽ വന്ന CI പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തു. വിക്ടിംസിലെ 2 കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാൻ പറഞ്ഞു. അസിസ്റ്റന്റ് വാർഡൻ ഞങ്ങളുടെ മെയിൽ ഫാക്കൽറ്റിയായ സാറിനെ കൂട്ടിയാണ് കുട്ടികളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചത്. ഇന്നലെ വൈകിട്ടോടെ 5 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ, കോരത്തോട് സ്വദേശി വിവേക്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത്, വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് എന്നിവരാണ് പിടിയിലായത്.
ഇവരുടെ ഫോണിൽ നിന്ന് ജൂനിയർ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും കണ്ടെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ റാഗിംഗ് നടത്തിയ വിവരം പ്രതികൾ സമ്മതിച്ചു. അതിക്രമത്തിനിരയായ വിദ്യാർത്ഥികളിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും പ്രതികൾ മദ്യപിക്കുന്നതായി പണം വാങ്ങുമായിരുന്നു. സീനിയർ വിദ്യാർത്ഥികളെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും സംഭവങ്ങൾ പറഞ്ഞിരുന്നില്ല. അപ്പൊ ലിവിൻ പറഞ്ഞത് പപ്പ ഇന്ന പോലെ വിഷയം വന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാ. അപ്പൊ എല്ലാ മാസവും ഞങ്ങളോട് പൈസ മേടിക്കുന്നു, ഞങ്ങൾ വെളിയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാന്ന് പറഞ്ഞു. പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമം ഭാരതീയ ന്യായ സംഹിതയിലെ 118, 308, 351 വകുപ്പുകൾ പ്രകാരം ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക, ഗൂഢാലോചന, സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്റെ പൊന്നു മക്കളെ, ഈ തന്തയില്ലാത്തവന്മാരെയൊക്കെ നിങ്ങൾ സഹിച്ചതിന് നിങ്ങൾക്ക് വലിയൊരു അവാർഡ് തരണം. നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട ഒരു തലമുറയായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരു സമയത്ത് തിരിച്ചൊന്നും പ്രതികരിക്കാതെ ഇതൊക്കെ നിങ്ങൾ ഏറ്റുകൊണ്ട് നിന്നത് തന്നെ ഒരു വലിയ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലിപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞൊരു വാക്ക് നമ്മൾ കേട്ടു, അതായത് കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ, പ്രിൻസിപ്പലിന്റെ ഈ ഒരു വാക്കിൽ മാത്രമേ എനിക്കൊരു വിരോധമുള്ളൂ. കുറ്റം ആരോപിക്കപ്പെട്ട പ്രതികളല്ല അവന്മാർ. ഇവന്മാരുടെ പ്രവൃത്തി, തന്തയില്ലാത്തവന്മാരുടെ പ്രവൃത്തി ഓൾറെഡി അത് കംപ്ലൈന്റ് വന്നു. ആ ചെയ്ത ആളുകൾ, ആ ഇരകളായിട്ടുള്ള കുട്ടികളുടെ തെളിവ് സഹിതം നിങ്ങൾ കണ്ടതാണ്. എന്നിട്ട് കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടികളെന്ന് അവരെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കോളേജിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും, അല്ലെ താൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിൻസിപ്പൾ അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അതായത് ആ കുട്ടികൾ ആന്റി റാഗിംഗ് സെല്ലിൽ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒതുക്കി തീർത്തെന്ന് വരാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പ്രിൻസിപ്പലിന്റെ ഒരു നിലപാട് കൊള്ളാം, നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടികളെന്ന് അവന്മാരെ വിളിക്കരുത്, തന്തയില്ലാത്തവന്മാരെന്ന് തന്നെ അവന്മാരെ തീർത്തും വിളിക്കാം. അത് പബ്ലിക്കിൽ വന്നിരുന്ന് വിളിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അവന്മാരെ അങ്ങനെ തന്നെ വിളിക്കും. കിഴങ്ങന്മാരുടെ ഫോട്ടോ കണ്ടില്ലേ, ഈ വാണത്തിനെയൊക്കെ കണ്ട അടിച്ചവന്റെയൊക്കെ പല്ല് താഴണം. ഇതിനൊക്കെ ആരുടെയാണെന്ന് പോലും ഇവനൊന്നും അറിയത്തില്ല. എന്നിട്ടാണ് മറ്റുള്ള പിള്ളേരെ മെക്കെട്ട് കയറാനായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്ത ഇവിടെ നിന്ന് കേട്ടു നോക്കാം. പ്രാകൃതം, പൈശാചികം, മൃഗീയം. കഴിഞ്ഞ 3 മാസമായി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ്. 3ാം വർഷ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ച് കയറിയാണ് അക്രമം നടത്തിയത്. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിലെ കട്ടിലിൽ കിടത്തി കയ്യും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. മുറിവിൽ നിന്നും ചോര വരുന്ന ഭാഗത്ത് ബോഡി ലോഷനും പുരട്ടി. നിലവിളിച്ച് കരങ്ങിയ വിദ്യാർത്ഥികളുടെ വായ്ക്കുള്ളിൽ ബോഡി ലോഷനും ഫേസ് ക്രീമും ഒഴിച്ചു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗത്ത് വ്യായാമത്തിനുപയോഗിക്കുന്ന ഡമ്പലുകൾ തൂക്കിയിട്ട് ഉപദ്രവിച്ചു. എല്ലാം വിദ്യാർത്ഥികൾ തന്നെ ദൃശ്യങ്ങളിൽ പകർത്തി. എല്ലാ ഞായറാഴ്ചയും മദ്യപിക്കുന്നതിനായി വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിച്ചു. കോളേജ് അധികൃതർക്ക് പരാതി നൽകിയാൽ വീണ്ടും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. സീനിയേഴ്സിനെ പേടിച്ച് പരാതിക്കാരായ വിദ്യാർത്ഥികൾ വീടുകളിൽ പോലും വിവരങ്ങൾ പറഞ്ഞിരുന്നില്ല. പ്രിൻസിപ്പൾ പരാതി കൊടുത്തപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. ഇന്ന ഒരു ദിവസം ശല്യം ചെയ്യും, പൈസ പിടിച്ച് വരികയും ശല്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞത് വേണ്ട, ഞങ്ങൾ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ആര് വേണ്ട നടപടി എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. അതിക്രമം സഹിക്കാൻ വയ്യാതെ വന്നതോടെയാണ് 3 വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് പ്രിൻസിപ്പളാണ് ഗാന്ധിനഗർ പോലീസിൽ. പൊന്നേമ്മമാരെ, എനിക്ക് പറയാനുള്ളത് ഇവന്മാരെയൊക്കെ നല്ല പാഠം പഠിപ്പിച്ച് വിടാവുള്ളൂ. ഇവനെയൊക്കെ നിർത്തിയിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവനൊക്കെ വേദന എന്താണെന്ന് അറിയിച്ചുകൊണ്ട് വേണം ശിക്ഷ കൊടുക്കാൻ. അല്ലാണ്ട് ഇവനൊക്കെ ഒരു വാക്കിൽ പറഞ്ഞിട്ട് ഒരു അപ്പോളജി എഴുതി വിട്ടിട്ട് ഇവനൊന്നും വിടാൻ പാടില്ല. ഇവനൊക്കെ ക്രിമിനലുകളാണ്, വളർന്നു വരുന്ന ബോൺ ക്രിമിനൽസ് ആണ് ഇവനൊക്കെ. അവിടെ പഠിക്കുന്ന പിള്ളേരെ പുറത്ത് കോമ്പസ് കൊണ്ട് കുത്തിയിട്ട് ആ ചോര വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ബോഡി ലോഷനും പിന്നെ ഫേസ് ക്രീമൊക്കെ എടുത്ത് തേക്കാനായിട്ടൊക്കെ ഇവന്റെയൊക്കെ മനസ്സുണ്ടായിട്ടുണ്ടെങ്കിലേ ഇവന്റെയൊക്കെ വീട്ടിലെ സംസ്കാരം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവനൊക്കെ വളർന്നു വരുന്ന ക്രിമിനൽസ് ആണ്, വെറും ഗുണ്ടന്മാര്. ഗുണ്ടന്മാരെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പൊ ഇത്രയും ഇച്ചിമുള്ളികളായിട്ടുള്ള ഈ ചള്ളിയക്കന്മാരെ ഉമ്മാരെ നിലക്ക് നിർത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാണക്കേടാണ്, ഈ കേരള സമൂഹത്തിന് നാണക്കേടാണ്. ഇങ്ങനെ വരുന്ന കോളേജ് തലത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ ഇങ്ങനെയൊക്കെ റാഗിങ് ചെയ്യുന്ന കുറെ ചെറ്റകളുണ്ട്. ഇവന്മാരൊക്കെ വിചാരം ഇവന്മാരൊക്കെ ഇതിനകത്ത് ഈ ഒരു പൊട്ടക്കല്ല തവളകളാണ് ശരിക്കും പറഞ്ഞ ഇവന്മാരൊക്കെ. ഇതിനകത്ത് കിടന്ന് എന്ത് ചെയ്താലും മറ്റുള്ളവരൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ ഇവന്മാരാണ് അവിടുത്തെ കിങ് എന്നാണ് ഇവന്റെയൊക്കെ വിചാരം. കുറച്ച് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി തെണ്ടി തിരിഞ്ഞൊക്കെ നടക്കുമ്പോൾ മനസ്സിലാവും ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. പക്ഷേ ഈ ചെയ്ത ഈ ചെറ്റത്തരത്തിന് ഇവർക്കും തക്കതായ ശിക്ഷ നൽകണമേ എന്ന് നീതിപീഠത്തിനോട് അപേക്ഷിക്കുകയാണ്. ആ പറയുന്ന കുട്ടികൾക്ക് നീതി കിട്ടണം. അതേപോലെ ഇനിയത്തിലുള്ള തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവർത്തികൾ ഒരു പിള്ളേരും ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതിനപ്പേട് കാണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ ഇവന്മാർക്ക് നല്ല ശിക്ഷ കൊടുത്തുകൊണ്ട് തന്നെ ഇവന്മാരെ ഉള്ളിലിടണം, അല്ലെങ്കിൽ അവന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് അവന്മാരെ അനുഭവിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.